കഴിഞ്ഞ ദിവസം എന്നെ ജില്ലാ പ്രസിഡന്റ് DCC ഓഫീസിലേക്ക് വിളിപ്പിക്കുകയുണ്ടായി. എരഞ്ഞിപ്പാല സീറ്റ് ലീഗിന് കൊടുക്കുകയാണെന്ന് ആദ്യം പറഞ്ഞതിനോട്. അപ്പോൾ MP ഉണ്ട് അതിൻ്റെ അടുത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞ മുന്നണി മര്യാദ പാലിക്കുവാൻ ഞാനടക്കമുള്ള പ്രവർത്തകർ എരഞ്ഞിപ്പാൽ തയ്യാറാണ്. ഏതെങ്കിലും പ്രവർത്തകരെടുത്ത് എന്തെങ്കിലും വൈകാര്യമായ നിലപാടുണ്ടെങ്കിൽ അത് ഒതുക്കാനും ഞാൻ തയ്യാറാണ്. ആ മുന്നണി മര്യാദ ആണ് എന്ന് പറഞ്ഞിട്ട് സ്വല്പം കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു KPC ജനറൽ സെക്രട്ടറി വിളിക്കുകയാണ്, നിങ്ങൾ പുറത്തേക്ക് അത് വിടലിട്ടോ, ലീഗിനാണെന്ന് പറയാനായില്ല. പിന്നെയും ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് KPC ജനറൽ സെക്രട്ടറി വിളിക്കുകയാണ്, അത് നമ്മുടെ കൈപ്പത്തി ചിഹ്നം കണ്ടാലല്ലേ വോട്ട് വരുള്ളൂ, ഏണി കണ്ടാൽ വോട്ട് വരില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ വാർഡിലുള്ള ആളുകളെ നിങ്ങൾ പരിഗണിക്കണം അതിന്, അല്ല അത് പുറത്തുനിന്ന് ആരെങ്കിലും ആയിരിക്കും. അപ്പം എരഞ്ഞിപ്പാലം വാർഡ് ഹൈജാക്ക് ചെയ്തിരിക്കുക, പാർട്ടി ഹൈജാക്ക് ചെയ്തിരിക്കുക. അപ്പൊ സ്വാഭാവികമായി പദവികളുള്ള ആളുകൾ ആ വാർഡിൽ ഇഷ്ടംമാരുണ്ട്. 2 ജില്ലാ ജനറൽ സെക്രട്ടറിമാരുണ്ട്, ഒരു വാർഡ് പ്രസിഡന്റ് ഉണ്ട്, ഒരു യൂത്ത് കോൺഗ്രസ് ഭാരവാഹി ഉണ്ട്. ഇങ്ങനെ പദവികളുള്ള ആളുകളുള്ള എരഞ്ഞിപ്പാലം വാർഡിൽ സ്ഥിരതാമസക്കാരായ ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ വാർഡുമായി യാതൊരു ബന്ധമില്ല. സ്ഥാനാർത്ഥിയായിട്ടൊരു അഭിപ്രായ വ്യത്യാസം എനിക്കില്ല, ആർക്കുമില്ല. ഇത് ശിഷ്ടത്തിനോട് മാത്രമാണ് പരാതി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കോഴിക്കോട് ശിഷ്ടത്തിനോടുള്ള പരാതിയാണ് ഇതിൽ ഉന്നയിക്കുന്നത്. ആ ശിഷ്ടം കൃത്യമായി പ്രവർത്തനം നടത്താതെ ആ ശിഷ്ടത്തിലുള്ള ചില ആളുകളുടെ താല്പര്യത്തിനനുസരിച്ച് ഈ എരഞ്ഞിപ്പാലം വാർഡ് യാതൊരു മാനദണ്ഡവും പാലിക്കാതെ, വാർഡുമായി ബന്ധമില്ലാത്ത, പാർട്ടിയിൽ ഇപ്പോൾ ഒരു പദവിയുമില്ലാത്ത ഒരു കക്ഷിക്ക് നൽകിയതിൻ്റെ പ്രതിഷേധമാണ് ഞാൻ ഈ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി സ്ഥാനവും പ്രാഥമിക അംഗത്വവും രാജിവെച്ചതായി അറിയിക്കുന്നു.